ആനന്ദമേ ആനന്ദമേ പ്രിയങ്കരവേ ആനന്ദമേ എനിക്കാനന്ദമേ ആനന്ദമേ പ്രിയങ്കരവേ ആനന്ദമേ എന്റെ സന്താപങ്ങൾ എല്ലാം തീർത്തിരുമേ അന്ന് ഹല്ലേലൂയ പാടും ഞാൻ എന്റെ സന്താപങ്ങൾ എല്ലാം തീർത്തിരുമേ അന്ന് ഹല്ലേലൂയ പാടും ഞാൻ കാണുവേ എന്റെ കാണുവേ ദൈവം തേടുവേ അവൻ സന്നിധോ അന്ന് തേടുവേ എന്റെ കേസകൾ നിത്യമാറ്റം ഞാൻ കാണിക്കുവേ ഞാൻ കാണുവേ എന്റെ കാണുവേ ദൈവം തേടുവേ അവൻ സന്നിധോ അന്ന് തേടുവേ എന്റെ കേസകൾ നിത്യമാറ്റം ഞാൻ കാണിക്കുവേ
പ്രിയമുള്ള ദൈവത്തിലെ നമ്മുടെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞ് കർത്താവിന്റെ പ്രത്യക്ഷതയെ ഓർത്തുകൊണ്ട് നന്ദിയുടെ ഹൃദയത്തോടെ സന്തോഷിക്കുന്നവരായി കാണപ്പെടണം. The second coming of the Lord Jesus Christ is the greatest hope of the real Christian. ഒരു സത്യ ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്നത് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവാകുന്ന രഹസ്യവരവാകുന്നു. According to promise, Jesus Christ will come soon. അവന്റെ വാഗ്ദത്തത്തിനൊത്തവണ്ണം തന്നെ എത്രയും വേഗം യേശു മടങ്ങി വരും. He will finish his work of Zion and he will appear in his glory. അവൻ സിയോന്റെ പണിയെ പൂർത്തീകരിച്ചുകൊണ്ട് തേജസ്സിൽ പ്രത്യക്ഷനാകും. When the work of Zion is finished,
simultaneously the work of Jerusalem also be finished. സിയോന്റെ പണി പൂർത്തിയാകുമ്പോൾ സമാന്തരമായ യെരൂശലേമിന്റെ പണിയും പൂർത്തിയാകും. Yes, beloved children of God, how we are prepared our life for the coming of the Lord. പ്രിയ ദൈവത്തിലെ നമ്മുടെ ജീവിതം കർത്താവിന്റെ വരവിനായി നാം എപ്രകാരം ഒരുക്കുന്നു? In this afternoon, examine our life. ഈ മധ്യാഹ്ന സമയം നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം. If we are living this condition, if God will come, what will happen? ഈ സ്ഥിതിയിൽ തന്നെ നാം തുടർന്നാൽ യേശു വരുന്നുവെങ്കിൽ എന്ത് നമുക്ക് സംഭവിക്കും? We all of you know what will happen in our life. നമ്മുടെ ജീവിതത്തിൽ എന്താകുന്നു, അങ്ങനെയെങ്കിൽ സംഭവിക്കാൻ പോകുന്നു നാം അറിയുന്നു. Humble ourselves, നമ്മെ തന്നെ താഴ്ത്താം. sanctify our life, നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാം. filled with the hope of the coming of the Lord. കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയിൽ നമുക്ക് നിറയപ്പെടാം. Rejoice in the hope of the coming of the Lord. കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയിൽ നമുക്ക് ആനന്ദിക്കാം. When Christ will come, all our sorrows, all our problems, trials and temptation, sicknesses flee from us. നമ്മുടെ ക്രിസ്തു കടന്ന് പ്രത്യക്ഷനാകുമ്പോൾ നമ്മുടെ സകലവിധമായ രോഗങ്ങളും സകലവിധമായ ഭാരങ്ങളും സകലവിധമായ ദുഃഖങ്ങളും സകലവിധമായ പ്രശ്നങ്ങളും നമ്മെ വിട്ട് ഓടിപ്പോകും. He will wipe out all your tears and will grace his hands. അവന്റെ സ്വന്തം കൈയാൽ തന്നെ നിങ്ങളുടെ സകല കണ്ണുനീരും അവൻ തുടച്ചു നീക്കും. All your problems will be solved. നമ്മുടെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. We will be with God with ever and ever. നാം എന്നേക്കും നമ്മുടെ കർത്താവിനോട് കൂടി ആയിരിക്കും. The great blessed day fast approaching. ഇതാ മഹാസുദിനം ഇതാ ഏറ്റവും അടുത്തു പോയി. Prepare our life for the coming of the Lord. ഒരുക്കിക്കൊള്ളുക ജീവിതത്തെ കർത്താവിന്റെ വരവിനായി ഒരുക്കിക്കൊള്ളുക. Rejoice in the hope of the coming of the Lord. കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയിൽ നമുക്ക് ആനന്ദിക്കാം. Rejoice in the hope of the coming of the Lord. കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയിൽ ആനന്ദിപ്പീൻ. എനിക്കാനന്ദമേ, എത്രയാനന്ദമേ, പ്രിയൻ വരവേ, ആനന്ദമേ. എനിക്കാനന്ദമേ, എത്രയാനന്ദമേ, പ്രിയൻ വരവേ, ആനന്ദമേ. എന്നെ സ്വന്തമേ, നാം തീർന്നിടുമേ. ഹല്ലേലൂയ.
understand in your life. ஆனால் என் பிள்ளைகளே, ஏன் நீங்கள் அனுதினமும் என் தேவனே என்னுடைய ஜீவியத்தில் இத்தனை பாடுகள் என்று கேட்டு கேட்டு துக்கப்படுத்துகிறீர்கள்? Oh my children, but you keep on asking me why these sufferings and you are grieving my heart. நீங்கள் என்றாவது என்னுடைய கல்வாரி சிலுவையின் சிநேகத்தை சிந்தித்து பார்த்ததுண்டா? Have you ever thought of this love which is revealed in the cross of Calvary? நான் உங்களுக்காக பட்ட பாடுகளை நீங்கள் நினைத்ததுண்டா? Have you ever thought of all the sufferings which I have bear for you? என்னுடைய விலையேறப்பட்ட இரத்தத்தை கல்வாரி சிலுவையில் உங்களுக்காக சிந்தினேனே, அந்த அன்பை நீங்கள் ருசி பார்த்ததுண்டா? I have shed my precious blood for you on the cross of Calvary. Have you ever experienced or tasted that love? மனிதர் மூலமாக நான் உங்களுக்கு அனுமதிக்கும் பாடுகளை சகிக்காமல் இருக்கிற நீங்கள் எந்திர மனிதன் மூலமாக வரும் பாடுகளை எப்படி சகிக்க போகிறீர்கள்? If you cannot bear or withstand the sufferings which has been sent by men, how we are going to withstand the suffering which is being provided by me? என் பிள்ளைகளே, உங்களை குறித்து நான் அனுதினமும் அழுது கொண்டிருக்கிறேன். Oh my children, I have been weeping concerning you. என் பிள்ளைகளே, என் வருகை சமீபம். Oh my children, my coming is nigh. நான் என் வருகைக்கு உங்களை ஆயத்தப்படுத்திக் கொள்ளுங்கள். Prepare yourself for my coming. என்றால் உங்கள் முடிவு மிக மோசமாக இருக்கும். If not so, your end shall be miserable. என் மகனே, என் மகனே, எது உன்னை சந்தோஷப்படுத்திக் கொண்டிருக்கிறது? Oh my son, I have been making you joyous. என் மகளே, உன்னை எது சந்தோஷப்படுத்திக் கொண்டிருக்கிறது? Oh my daughter, what is making you joyful? இதோ உன்னுடைய நண்பர்களா? Behold, your friends. இதோ இதோ உன்னுடைய சிரிப்பும் களியாட்டமுமா? Is it your laughter and your merriness? அலையேல் இணையதளமா? Is it internet? என் பிள்ளையே, என் பிள்ளையே, இதெல்லாம் உன்னுடைய கண்ணிக்காக வைக்கப்பட்டிருக்கிறது. Oh my children, all these are kept as a snare for you. இதோ நீ மிகவும் மிகவும் கலிந்து களிகூறி கொண்டிருக்கிற இந்த நாசமெல்லாம் உனது அழிவுக்காகவே நீ உண்டு பண்ணிக் கொண்டிருக்கிறாய். All these distractions in which you are making yourself joyful are going to destroy you. இது எங்கே போய் முடியும் தெரியுமா? Where these are going to be ended, do you know that? இதோ நீ அந்நாளிலே கைவிடப்பட்டு போகும்படியான அழிவுக்கு உன்னை ஆயத்தப்படுத்திக் கொண்டிருக்கிறாய். In that day, you being in order to leave you behind, you are preparing yourself for that day. என் பிள்ளையே, நீ இதிலே தொடர்ந்து செல்வாயானால், Oh my children, if you continue to be in this state, நீ கைவிடப்பட்டு போவாய். you will be left behind. ஆனால் நீ இரத்த சாட்சியாய் கூட மரிக்க முடியாமல் போய்விடுவாய். You will not be able to die even as a martyr. யார் இரத்த சாட்சியாய் மரிப்பார்கள் தெரியுமா? Do you know who will die as a martyr for me? இதோ இந்த கிருபையின் காலத்திலே மிகவும் மிகவும் ஆவிக்குரியவர்களாக வாழ்ந்து சில காரணங்களினாலே பூரணமடையாமல் கைவிடப்பட்டு போனவர்கள் மாத்திரமே. Those the people who have lived a life in this period of grace and they have been perfected, but due to some reasons they have been left behind. They are going to die as martyrs. இதோ நீ இந்த நிலவரத்தில் முன்னேறி சென்றால் நீ இரத்த சாட்சியாக கூட மரிக்க உனக்கு பலன் இல்லை. If you are going to proceed in this state, you do not have strength even to die as a martyr. நீ அந்த முத்திரையை தரித்துக் கொள்வாய். You will receive the seal upon you. என் பிள்ளையே, நான் உன்மேல் மனதுருகிறவராக இன்று உன்னோடு பேசிக் கொண்டிருக்கிறேன். Oh my children, as a compassionate God, I have been speaking to you. உன்னுடைய எல்லா மோசமான வழிகளையும் விட்டு நீ எனது பக்கமாக மனம் திரும்பு. Leave all your ways of destruction and turn unto me. இப்பொழுது உன்னை எதுவையெல்லாம் பிடிக்கப்பட்டிருக்கிறதோ அதெல்லாத்தையும் இயேசுவினாலே பிடிக்கும்படியாக நீ எனக்காக உன்னை ஒப்புக்கொடு. But all the things which are clinging unto you, in the name of Jesus, surrender all those things which are clinging unto you. உனது எல்லா வழிகளிலும் கிறிஸ்து 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 மாத்திரம் உண்டாக இருக்கட்டும். In all your ways, let there be Christ, Christ, Christ. இதோ நான் சீக்கிரம் வருகிறேன். Behold, I come quickly. இதோ நான் சீக்கிரம் வருகிறேன். Behold, I come quickly. இதோ நான் சீக்கிரம் வருகிறேன். Behold, I come quickly. அவனுடைய கிருபைக்கு வந்ததான பலன் என்னுடனே வருகிறது என்று கர்த்தர் சொல்லுகிறார். All your reward,
me, says the Lord. Wait, one by one. Behold, I have descended from my throne into the midst of my people. Behold, for all the people who have come to worship me, behold, I grant unto you my peace and my comfort. Know that these are the period wherein you are careful about many things and you are disheartened. Today you have come into my presence as with a disheartened state. Behold, I command unto you, I have opened a spring for you, and I have taken all your burdens upon my shoulder. Therefore, do not be disheartened in my presence, says the Lord. I loved Lazarus, and I also knew their household, yet that I may do my glorify the name of my Father. I brought him out of the dead state. Behold, not only for you, for all those who have come into my presence, even this afternoon, behold, I have opened the way, thus saith the Lord. Behold, as with an answer, angel descended near Mary. Behold, even this afternoon time, as a God who gives answer, I have come in your midst, thus saith the Lord. Oh my beloved, I have my love in you. Behold, your eyes are like the eyes of the dove. Your beauty is covered with my glory. Your heart is filled with my word. Behold, I am delighted on you. You enter into me. Then I will enter into you. Behold, I have kept something before you. Before you enter into the door, I will enter into you, says the Lord. വിശുദ്ധ
കോനലികം നീതി ചെയ്യട്ടെ. മാലിന്യവാട്ട് കരകളിൽ കത്ത മനവാട്ടിയാ നാം ഒരുക്കിയ. മാലിന്യവാട്ട് കരകളിൽ കത്ത മനവാട്ടിയാ നാം ഒരുക്കിയ. വിശുദ്ധനെ ഞങ്ങൾ വിശുദ്ധീകരിക്കട്ടെ. നീതിമാനെ നീതിയും നീതി ചെയ്യട്ടെ. വിശുദ്ധനെ നീതിക്കട്ടെ. നീതിയും കോനലികം നീതി ചെയ്യട്ടെ. മാലിന്യവാട്ടം കരകളിൽ കത്ത മനവാട്ടിയാ നാം ഒരുക്കിയ. മാലിന്യവാട്ടം കരകളിൽ കത്ത മനവാട്ടിയാ നാം ഒരുക്കിയ. വിശുദ്ധനെങ്കിലും തന്നെ വിശുദ്ധീകരിക്കട്ടെ. നീതി ചെയ്യും കോനലികം നീതി ചെയ്യട്ടെ. നീതി ചെയ്യും കോനലികം നീതി ചെയ്യട്ടെ. മാലിന്യവാട്ടം കരകളിൽ കത്ത മനവാട്ടിയാ നാം ഒരുക്കിയ. മാലിന്യവാട്ടം കരകളിൽ കത്ത മനവാട്ടിയാ നാം ഒരുക്കിയ. വിശുദ്ധനെയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. നീതി ചെയ്യും കോനലികം നീതി ചെയ്യട്ടെ. വിശുദ്ധനെയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. നീതി ചെയ്യും കോനലികം നീതി ചെയ്യട്ടെ. മാലിന്യവാട്ടം കരകളിൽ കത്ത മനവാട്ടിയാ നാം ഒരുക്കിയ. മാലിന്യവാട്ടം കരകളിൽ കത്ത മനവാട്ടിയാ നാം ഒരുക്കിയ. മാലിന്യവാട്ടം കർത്താവ് നമ്മെ ബലപ്പെടുത്തിയിരിക്കുന്ന, കർത്താവ് നമ്മെ ജീവിപ്പിച്ചിരിക്കുന്ന, കർത്താവ് നമ്മെ ഉണർത്തിയിരിക്കുന്നുവല്ലോ. അതിനായി നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. സകല പ്രവചന വാക്യങ്ങൾക്കായി നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. യോഗത്തിന്റെ സൃഷ്ടമുള്ള ഭാഗങ്ങളെ ശക്തിയുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം.